ഒന്നാം വർഷ ബി.എഡ് അതുപോലെ എം.എഡ് പ്രവേശനവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ ആണ് ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ബി.എഡിൻ്റെ ആദ്യം ചെക്ക് ചെയ്യാം. ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ KUCT കോളേജുകളിൽ കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 20 നടത്തുന്നതായിരിക്കും. മാനേജ്മെൻറ്റ് അഡ്മിഷൻ ഉൾപ്പെടെയാണ്. നിലവിൽ കേരള സർവകലാശാലയിൽ ബി.എഡ് കോഴ്സിലേക്ക് അപേക്ഷ നൽകിയിട്ടുള്ളവർക്ക് അപേക്ഷ നൽകുന്നതിന് ഇന്ന് ടൈം പീരീഡ് നൽകിയിട്ടുണ്ട്. EWS വിഭാഗത്തിലുള്ള ഒഴിവുകളിൽ പ്രസിദ്ധ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പരിഗണനയുള്ളത്. EWS വിഭാഗത്തിൽ ഒഴിവുള്ള വിഷയങ്ങളിൽ അപേക്ഷാർത്ഥികളുടെ അഭാവത്തിൽ ആ സീറ്റ് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്ന EW വിഭാഗത്തിലെ വിദ്യാർത്ഥികളിൽ വിഷയപരിഗണന ഇല്ലാത്ത ഉയർന്ന ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥിക്ക് നൽകുന്നതായിരിക്കും. KUCT മാനേജ്മെൻറ്റ് കോട്ട, ഡിഫൻസ് കോട്ട, സ്പോർട്സ് കോട്ട, ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട വിഭാഗത്തിൽ ഒഴിവുള്ള വിഷയത്തിൽ പ്രസിദ്ധ വിഭാഗങ്ങളിലെ അപേക്ഷാർത്ഥികളുടെ അഭാവത്തിൽ പ്രസിദ്ധ സീറ്റ് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ വിഷയപരിഗണന ഇല്ലാത്ത ഉയർന്ന ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥിക്ക് നൽകും. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം എല്ലാ തരത്തിലുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റും TC, കൺസോളിഡേറ്റ് മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ കയ്യിലുണ്ടായിരിക്കണം. ഇതര സർവകലാശാല വിദ്യാർത്ഥികൾ നിർബന്ധമായും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നിലവിൽ കേരള സർവകലാശാലയിൽ ബി.എഡ് കോഴ്സിലേക്ക് അപേക്ഷ നൽകിയിട്ടുള്ളവരെ പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും അപേക്ഷ ഇതുവരെ നൽകാത്ത സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നൽകാത്തവരെ പരിഗണിക്കുകയുള്ളൂ. വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്യണം. ഈ സമയം കഴിഞ്ഞ് വരുന്നവരെ ഒരിക്കലും തന്നെ അഡ്മിഷൻസ് ആവശ്യമായ രേഖകളില്ലാത്ത വിദ്യാർത്ഥികളെയും ഒരു കാരണവശാലും അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കില്ല. ഒന്നിൽ കൂടുതൽ കോളേജുകളുടെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിലേക്കായി വിദ്യാർത്ഥികൾ സാക്ഷ്യപത്രം നൽകി രക്ഷകർത്താവിനോ അല്ലെങ്കിൽ പ്രതിനിധിയോ സഹായം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി എം.എഡുമായി റിലേറ്റ് ചെയ്തിട്ട് നാളെയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുക. നിങ്ങൾ പാളയത്ത് വെച്ച്, അതായത് സർവകലാശാല അഡ്മിഷൻ ഫാം പാളയത്ത് വെച്ച് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടും. വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, യോഗ്യത തെളിയിക്കുന്ന മാർക്ക് ലിസ്റ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ കാൻഡിഡേറ്റ് ഓഫ് അതർ യൂണിവേഴ്സിറ്റി, EW സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾ കാൻഡിഡേറ്റ്, മറ്റ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഹാജരാക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് സെൻറ്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഏതെങ്കിലും കാരണത്താൽ ഹാജരാകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സാക്ഷ്യപത്രം ഓതറൈസേഷൻ ലെറ്റർ നൽകി പ്രതിനിധിയെ അയക്കാം. നിലവിൽ സർവകലാശാല അഡ്മിഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരെ റാങ്ക് ലിസ്റ്റിലെ വിദ്യാർത്ഥികളെ പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും പരിഗണിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും 22/9/2025 തീയതിയിൽ അതാത് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് എം.എഡ് ആൻഡ് ബി.എഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.